കോഴിക്കോട് സെന്റ് പാട്രിക്സ് പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിന് തീവച്ച കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രതി ഒഡീഷ സ്വദേശി ജയന്ത് നായിക്കിനെയാണ് പള്ളിയിലെത്തിച്ച് തെളിവെടുത്തത്. ഒഡീഷ പോലീസുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട് പ്രതിയുടെ പശ്ചാത്തലം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. തീവച്ച ശേഷം ഒന്നും അറിയാത്ത പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടെയാണ് പ്രതിയെ പോലീസ് പൊക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 4:30-നാണ് സെന്റ് പാട്രിക്സ് പള്ളിയുടെ മതബോധന കെട്ടിടത്തിന് തീപിടിച്ചത്. പള്ളി വികാരിയുടെ കാറും പള്ളിയുടെ രേഖകളും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. സംഭവത്തിൽ ഒഡീഷ സ്വദേശിയായ ജയന്ത് നായിക്കിനെ ഞായറാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പുലർച്ചെ ഇയാൾ മതിൽ ചാടിവന്ന് തീവയ്ക്കുകയായിരുന്നുവെന്ന് CCTVയിൽ ദൃശ്യങ്ങളിലൂടെയാണ് വ്യക്തമായത്. പുഷ്പ ജംഗ്ഷന് സമീപത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. ദേവാലയത്തിൽ അതിക്രമിച്ചു കയറുക, കെട്ടിടത്തിന് നാശനഷ്ടം വരുത്തുക, മതസ്പർദ്ധ ഉണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് പ്രതിയുമായി പോലീസ് പള്ളിയിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ഒഡീഷ പോലീസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ പശ്ചാത്തലം കൂടുതലായി അന്വേഷിക്കുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.